ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പുതിയ പുലരിയിൽ മഹാദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കർത്താവിന്റെ വചനം കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ എനിക്കൊരു അവസരം തന്ന മഹാദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ പരിശുദ്ധാത്മാവിന്റെ വാക്യം ഞാൻ വായിക്കാം. ശ്രദ്ധിക്കണമേ. എബ്രായ ലേഖനത്തിൽ നിന്നാണ് 10-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ശ്രദ്ധിച്ചാലും അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിനവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. 2 കൂട്ടർ: നാശത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടർ, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന മറ്റൊരു കൂട്ടർ. ഇന്ന് പ്രഭാതത്തിൽ നാം ഏതു കൂട്ടത്തിലാണെന്നുള്ളത് തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ധന്യനാമത്തിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ട് ബഹുമാന്യ ശ്രോതാക്കളെ ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. ശ്രദ്ധിക്കൂ, വായിച്ചു കേട്ട തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ് 7 കാര്യങ്ങൾ നമുക്കായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊന്ന് എണ്ണിപ്പറയാം. ശ്രദ്ധിക്കൂ. 1, യേശുവിനെ പിൻപറ്റുവാൻ ധൈര്യം ആവശ്യമാണ്. 2, ആ ധൈര്യം മഹാപ്രതിഫലമുള്ളതാണ്. 3, ആ പ്രതിഫലം പ്രാപിക്കാൻ സഹിഷ്ണുത ആവശ്യമാണ്. 4, പിന്മാറ്റം നാശത്തിലേക്കാണ്. 5, വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കാം. 6, ഇറങ്ങിയതുകൊണ്ടായില്ല, ലക്ഷ്യസ്ഥാനത്ത് എത്തണം. 7, നമ്മുടെ യുദ്ധം തീരുന്ന ദിവസം അടുത്തു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം തള്ളിക്കളയരുത്. അതേ കുഞ്ഞെ, യേശുവിനെ പിൻപറ്റാൻ ധൈര്യം ആവശ്യമാണ്. ഹല്ലേലൂയ. വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്നവൻ വീരനാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. അതേ മക്കളെ, പ്രത്യാശയുടെ പാത പീരുവിന്റെ വഴിയല്ല, ധീരന്റെ മാർഗമാണ്. അടിച്ചാലും ചവിട്ടിയാലും കൊന്നാലും തിരിച്ചൊരക്ഷരം പറയാതെ ഹല്ലേലൂയ ആമേൻ മുന്നോട്ട് പോകുന്നെങ്കിലും വിശ്വാസ ജീവിതം ഭീരുക്കളുടെ പാതയല്ല, ധീരന്മാരുടെ പാതയാണ്, വീരന്മാരുടെ മാർഗമാണ്. പ്രിയരേ, ഈ കഴിഞ്ഞകാല വിശുദ്ധന്മാർ, ആദിമകാല വിശുദ്ധന്മാർ നന്മ കിട്ടുമെന്ന് കരുതി ഇറങ്ങിത്തിരിച്ചവരല്ല. സാമ്പത്തിക അഭിവൃദ്ധിയോ സ്ഥാനമാനങ്ങളോ പ്രശസ്തിയോ ഒന്നും കണ്ടുകൊണ്ടല്ല അവർ കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിയത്. സ്തോത്രം. മനോഹരമായ ആലയമൊന്നും അവർക്കില്ലായിരുന്നു. സംസ്കരിക്കാൻ സെമിത്തേരിയില്ലായിരുന്നു. മോഹിക്കാവുന്നത് ഒന്നുമില്ലായിരുന്നു. മരിച്ചാൽ എവിടെ അടക്കം ചെയ്യുമെന്ന് അവർക്കറിയത്തില്ലായിരുന്നു. പാരമ്പര്യം വിട്ട് വിശുദ്ധിയുടെ പാത സ്വീകരിച്ചപ്പോൾ പലരും ചോദിച്ചു കാണും, മക്കളെ എവിടെ കെട്ടിക്കുമെന്ന് ഓർത്താ, ചത്തലെവിടെ കുഴിച്ചിടുമെന്ന് വിചാരിച്ചാ, നീയൊക്കെ പോയതുപോലെ തിരിച്ചു വരത്തേയുള്ളൂ. സ്തോത്രം. പക്ഷേ തിരുവചനം പറയുന്നു, വചനമനുസരിച്ച് നീ അവരുടെ പക്ഷം ചേരത്തില്ല, അവർ നിന്റെ പക്ഷം ചേരും. പ്രൈസ് ദി ലോർഡ്. ആദിമകാല വിശുദ്ധന്മാർ മക്കളെ കെട്ടിക്കാതിരുന്നില്ല, മൃതദേഹം സംസ്കരിക്കാതിരുന്നില്ല. ഭക്തന്മാർ വിശ്വാസത്തിന്റെ ചുവട് വെച്ചത് പള്ളിയുടെ വലിപ്പം കണ്ടിട്ടല്ലായിരുന്നു, പ്രസ്ഥാനത്തിന്റെ ശ്രേഷ്ഠത കേട്ടിട്ടല്ല, നേതാക്കന്മാരെ കണ്ടിട്ടല്ല, കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആളുണ്ടെന്ന് കരുതിയല്ല, പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി കണ്ടിട്ടല്ല, മറിച്ച് നിത്യജീവന്റെ വചനം, ദൈവ ശബ്ദം കേട്ടതുകൊണ്ടാ കല്ലും മുള്ളും നിറഞ്ഞ വിശ്വാസത്തിന്റെ പാതയിൽ അവർ ചുവടുവെച്ചത്. ഹല്ലേലൂയ. എന്റെ മകളെ, വചനമനുസരിച്ച ദൈവകുഞ്ഞുങ്ങളുടെ പിൻതലമുറ ലോകത്തിന്റെ എല്ലാ കോണുകളിലും ജയാളികളായി നിലകൊള്ളുന്ന കാഴ്ചയാ ഇന്ന് നാം കാണുന്നത്. സ്തോത്രം. കുഞ്ഞെ, പ്രതികൂലം ഒത്തിരി ഉണ്ടെങ്കിലും ദൈവകുഞ്ഞുങ്ങൾ ഇന്നും നിലനിൽക്കുന്നതിന്റെ കാര്യം മറ്റൊന്നല്ല, ദൈവ ശബ്ദം കേട്ടിറങ്ങിയതാണ്. വിളിച്ചിറക്കിയത് സർവശക്തനായ ദൈവമാണ്. അതെ, ക്രിസ്തുവിന്റെ മാർഗത്തിൽ ചുവടുവയ്ക്കുവാൻ ധൈര്യം വേണം. ആ ധൈര്യം മഹാപ്രതിഫലമുള്ളതാണ്. പ്രതിഫലം പ്രാപിപ്പാൻ സഹിഷ്ണുത വേണം. സ്തോത്രം. കുഞ്ഞുങ്ങളെ, ഈ സഹിഷ്ണുതയില്ലാത്ത കാലത്താല്, ഈ സഹിഷ്ണുതയില്ലാത്തതുകൊണ്ട് ശാപഗ്രസ്തമായി മോവാബിലേക്ക് പോയ ഒരു കുടുംബം, മോവാബിലേക്ക് പിന്മാറിപ്പോയ ഒരു ഭവനത്തെ നമുക്കറിയാം, എലീമേലെക്കിന്റെ കുടുംബം. അവര് അപ്പത്തിന്റെ ഭവനം എന്ന ബേത്ലഹേമിലായിരുന്നു. പാലും തേനും ഒഴുകിയിരുന്ന സ്ഥലത്ത് ക്ഷാമം. അപ്പത്തിന്റെ ഭവനത്തിൽ ആഹാരം കിട്ടാക്കനിയായത്രേ. കുഞ്ഞുങ്ങളെ, ക്രിസ്തീയ ജീവിതം എന്നും പൂവിരിച്ച പാതയായിരിക്കത്തില്ല. പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുള്ള വെള്ളവും മാത്രമല്ല, മരണനിലിന്റെ താഴ്വരയുണ്ട്, കണ്ണുനീർ താഴ്വരയുണ്ട്, കൂരിരുൾ താഴ്വരയുണ്ട്. എങ്കിലും ധൈര്യപ്പെട്, കൈവിടാത്തൊരു ദൈവമുണ്ട്. സ്തോത്രം. ഇന്ന് കഷ്ടതയിലാണോ? തിരിച്ചു പോകാൻ ആഗ്രഹിക്കരുത്, പിന്മാറിപ്പോകാൻ ആഗ്രഹിക്കരുത്, സത്യമാർഗം വേണ്ടെന്ന് വയ്ക്കരുത്. ദൈവം നന്മയുടെ അനുഗ്രഹങ്ങളുമായി നിന്നെ സന്ദർശിക്കുന്ന സമയം വരുന്നു. രൂത്തിന്റെ പുസ്തകം നോക്ക്, അങ്ങനെ നമുക്ക് കാണാം. ദൈവം അവരെ സന്ദർശിച്ച് ആഹാരം കൊടുത്തു. രൂത്ത് 1:6. ദൈവം അവരെ സന്ദർശിച്ച് ആഹാരം കൊടുത്തു. നീ ദൈവപാതയിൽ ചുവടുവെച്ചാൽ തമ്പുരാൻ നിന്റെ പട്ടിണി മാറ്റും. മക്കളെ, ഞെരുക്കത്തിന്റെ പാതയിലൂടെ കടന്നു പോവുകയാണോ? സഹിച്ചു നിൽക്ക്. നന്മയുടെ അനുഗ്രഹങ്ങളുമായി കർത്താവ് നിന്നെ സന്ദർശിക്കും. സ്തോത്രം. കാരണം അവൻ ദരിദ്രനെ എന്നെ
എന്നേക്കും മറന്നു കളയുന്ന ദൈവമല്ല. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്ന ദൈവമല്ല. അല്പകാലത്തേക്ക് മുഖം മറച്ചാലും നിത്യതയോടെ ചേർക്കുന്ന ഒരു ദൈവം. സ്തോത്രം. കുഞ്ഞെ, എന്നും കണ്ണുനീർ താഴ്വരയിലല്ല, നന്മയുടെ പുൽപ്പുറങ്ങളിൽ ദൈവം നിന്നെ കിടത്തും. സ്വസ്ഥതയുടെ നടുവിൽ ദൈവം നിന്നെ കിടത്തും. എന്നാൽ കൂരിൽ താഴ്വരയിൽ കിടത്തുകയില്ല. കൂരിൽ താഴ്വര ദൈവം നിന്നെ ജയോത്സവമായി നടത്തും. ഇന്ന് കണ്ണുനീരിന്റെ താഴ്വരയിലാണോ? കർത്താവ് നിന്നെ സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ പുൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മ പറഞ്ഞാൽ ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയും? സ്തോത്രം. ഒരിക്കൽ ഇംഗ്ലണ്ടിലെ ഒരു പള്ളിയിൽ ഒരു ശുശ്രൂഷകൻ പ്രസംഗിക്കുക. അദ്ദേഹം പ്രസംഗിച്ചു, അതൊരു ദുഃഖവെള്ളിയാഴ്ചയാണ്. താൻ പറഞ്ഞു, ഇന്ന് ദുഃഖവെള്ളിയാണ്, എന്നാൽ ഉയർപ്പിന്റെ ഞായർ വരുന്നു. പക്ഷെ തുടർന്ന് എന്തെങ്കിലും പ്രസംഗിക്കാൻ തനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. താൻ വീണ്ടും വീണ്ടും വാക്ക് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ദുഃഖവെള്ളിയാണ്, ഉയർപ്പിന്റെ ഞായർ വരുന്നു. ഇന്ന് ദുഃഖവെള്ളിയാണ്, ഉയർപ്പിന്റെ ഞായർ വരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ആ വാക്കേറ്റ് പറയാൻ തുടങ്ങി. ഒടുവിൽ അതൊരു വലിയ വിടുതലിന്റെ പകലായി മാറി, ഉണർവിന്റെ പകലായി മാറി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രതികൂലത്തിന്റെ നടുവിൽ വിശ്വാസത്തിന്റെ വാക്ക് പറ മക്കളെ. എന്റെ കർത്താവ് ഈ കഷ്ടതയിൽ എന്നെ നിത്യം കിടത്തുകയില്ല, കണ്ണുനീരിൽ എന്നെ ഇട്ടിരിക്കത്തില്ല. പ്രതികൂലത്തിന്റെ നടുവിലൂടെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. സ്തോത്രം. മക്കളെ, നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മ ആലോചന പറയുന്നു. നീ ഇപ്പോൾ ആയിരിക്കുന്നതല്ല നിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇനി നിനക്ക് മുന്നോട്ട് പോകാനുണ്ട്, മുന്നോട്ട് പോകാനുണ്ട്. നിന്റെ ജീവിതത്തിൽ അധികം നല്ലത്, ഏറെ നല്ലതോ വരാനിരിക്കുന്നതേ ഉള്ളൂ. അധികം നല്ല ശുശ്രൂഷ, അധികം നല്ല പാട്ട്, അധികം നല്ല മിനിസ്ട്രി, അധികം നല്ല പ്രസംഗം നിന്നും വരാനിരിക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. ജീവിതത്തിൽ കയ്പുനീര് കുടിക്കേണ്ട അവസരം വന്നാലും വിശ്വാസത്തിന്റെ മാർഗം വിട്ടുപോകരുത്. പിന്മാറ്റം നാശം വരുത്തും. അധികം നല്ലത് ശ്രേഷ്ഠമായത് ദൈവം നിനക്കായി കരുതി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എലീമേലെക്കിന്റെ കുടുംബം ശാപഗ്രസ്തമായ മോവാബിലേക്ക് പോയത് ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ആ പിന്മാറ്റം ആ ഭവനത്തിൽ നിന്ന് നാൻതരികളെല്ലാം തുടച്ചു മാറ്റി. അതാണ് വാസ്തവം. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി ദൈവത്തെ മറന്ന് പിന്മാറിപ്പോയി. ചെങ്കടലിൽ വഴി തുറന്ന ദൈവകൃപ മറന്നു. യോർദാനെ തിരിച്ചോടുത്തിയ ദൈവകരുണ വിസ്മരിച്ചു. എരിഹോ മതിലിടിച്ചു കളഞ്ഞ് കർത്താവിന്റെ ശക്തി മറന്നു. കാടപ്പക്ഷി നൽകിയ ദൈവം, മന്നയെ വർഷിപ്പിച്ച ദൈവം, മേഘത്തിന്റെ തണൽ നൽകിയ ദൈവം, രാത്രിയെ പകലാക്കിയത്, ശത്രുവിന്റെ തലയെ തകർത്തത്, വാഗ്ദത്തത്തിലേക്ക് വഴി നടത്തിയ ദൈവം, ഈ ഞെരുക്കവും മാറ്റാൻ ശക്തനെന്നും മറന്നുകൊണ്ട് അവർ മോവാബിലേക്ക് പോയത്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിലെ ദൈവിക നടത്തിപ്പ് മറക്കല്ലേ മക്കളെ. ദാവീദ് പറയുന്നു, ഒരിക്കലൊരു സിംഹം എന്റെ നേരെ വന്നു മുമ്പ്, മറ്റൊരിക്കലും ഒരു കരടി എന്റെ നേരെ വന്നു, അപ്പോഴാത്മാവ് എന്റെ മേൽ വന്നു. സ്തോത്രം. ഞാനതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ വലിച്ചു കീറി. കുഞ്ഞേ, പരിശുദ്ധാത്മാവിനെ ദൈവം നിനക്ക് നൽകിയത് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല. കൂടെ ആരുമില്ലാതിരിക്കുമ്പോൾ, കയ്യിലൊന്നുമില്ലാതിരിക്കുമ്പോൾ നിനക്കുള്ളതിനെ പറിച്ചു കീറാൻ വരുന്ന ദുഷ്ടശക്തികളെ വലിച്ചു കീറാൻ നിന്നെ പ്രാപ്തനാക്കുന്നതാ അഭിഷേകത്തിന്റെ ശക്തി. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു കൊടുങ്കാറ്റടിക്കുക, ഉലയുന്ന കപ്പൽ. യാത്രക്കാരെല്ലാം നിലവിളിക്കുമ്പോൾ ഒരു കൗമാരക്കാരൻ മാത്രം സമാധാനത്തോടെ പുസ്തകം വായിക്കും. മറ്റു യാത്രക്കാർ ചോദിച്ചു, ഈ പ്രതികൂലത്തിനടുവിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് എങ്ങനെ കഴിയുന്നു കുഞ്ഞെ? മുങ്ങിച്ചാകാൻ പോവുകയാണെന്ന് മനസ്സിലാവുന്നില്ലേ? ആ പൈതൽ ശാന്തമായി മറുപടി നൽകി, കപ്പൽ ഓടിപ്പിക്കുന്നത് എന്റെ പിതാവാണ്. ഇതിനേക്കാൾ വലിയ കൊടുങ്കാറ്റിൽ നിന്ന് എന്റെ പിതാവ് ഈ കപ്പലിനെ രക്ഷിച്ച ചരിത്രം അദ്ദേഹനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം. ഇന്നും ആ കപ്പൽ നിയന്ത്രിക്കുന്നത് എന്റെ അപ്പനാണ്. മനസ്സിലായോ മക്കളെ? നിന്റെ ജീവിത പടകിൽ പ്രതികൂലത്തിന്റെ കാറ്റടിക്കുന്നത് ഉടയവൻ അറിയുന്നുണ്ട്, നിന്റെ അപ്പൻ അറിയുന്നുണ്ട്. സ്തോത്രം. ഉറച്ചു വിശ്വസിക്ക്. നിന്റെ ജീവിത പടക് നിയന്ത്രിക്കുന്ന പിതാവായ ദൈവം ആശിച്ച തുറമുഖത്ത് നിന്നെ എത്തിക്കാൻ കഴിയുന്നവൻ. ഹല്ലേലൂയ. ഇന്ന് നേരിടുന്നതിനേക്കാൾ വലിയ പ്രതികൂലത്തിൽ നിന്ന്, കഷ്ടത്തിൽ നിന്ന്, കടഭാരത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് നിന്റെ മക്കളെ വിടുവിച്ച ദൈവം നിന്റെ പിതാവല്ലേ? ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്നും നിന്നെ വിടുവിക്കാൻ അവൻ മതിയായവനാണ്. കുഞ്ഞെ, കർത്താവിന് ദാനിയേലിനെ തീയിൽ അകപ്പെടാതെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? കഴിയും. തീയിൽ വീണാലും രക്ഷിക്കാൻ കഴിയും. സിംഹക്കുഴിയിൽ അകപ്പെടുത്താതെ രക്ഷിക്കാൻ കഴിയില്ലേ? കഴിയും. സിംഹത്തിന്റെ വായിൽ നിന്ന് നിന്നെ രക്ഷിക്കാനും എന്റെ ദൈവത്തിന് കഴിയും. ക്യാൻസർ വരാതെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ക്യാൻസർ വന്നാലും രക്ഷിക്കാൻ കഴിയുന്നവനാണ്. ഹൃദ്രോഗം വരാതെ രക്ഷിക്കാൻ കഴിയുന്നവനാണ്. ഹൃദ്രോഗം വന്നാലും നിന്നെ രക്ഷിക്കാൻ എന്റെ ദൈവം മതിയായവൻ. പറഞ്ഞാട്ടെ, ഞാൻ നാശത്തിലേക്ക് പിന്മാറുന്നവന്റെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. മക്കളെ, നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ നിത്യതയെ നിർണ്ണയിക്കുന്നത്. രൂത്തിന്റെ പുസ്തകത്തില് ചിലരുടെ തീരുമാനം കാണാം. ഒന്ന്, എലീമേലെക്കിന്റെ തീരുമാനം. ഈ തീരുമാനം കുടുംബത്തിലുള്ള ആൺതരികെ ഇല്ലാതാക്കി എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ രൂത്തിന്റെ തീരുമാനം, അവർക്ക് പാരമ്പര്യമൊന്നും പറയാനില്ല. രൂത്തിന്റെ തീരുമാനം 10 തലമുറ പോലും ശാപം ചുമന്ന് കഴിയേണ്ട സ്ഥാനത്ത് ശാപത്തെ മാറ്റിയെന്ന് മാത്രമല്ല, മഹാരാജാവായ ദാവീദിന്റെ വല്യമ്മച്ചി എന്ന പദവിയിൽ അവളെ എത്തിച്ചു.
അവിടെയും തീരുന്നില്ല. ദൈവത്തനായ ക്രിസ്തുയേശുവിന്റെ വല്യമ്മച്ചെന്ന പദവിയിൽ അവളെ എത്തിച്ചു. അവിടെയും തീരുന്നില്ല. ക്രിസ്തുയേശുവിന്റെ വംശാവലിയിൽ പേർ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം അവളെ അനുഗ്രഹ വിഷയമാക്കി മാറ്റി. സ്തോത്രം. എന്താ കാരണം? ഒന്ന്, അവളുടെ തീരുമാനം. രണ്ട്, അവളുടെ സഹിഷ്ണുത. സ്തോത്രം. കുറുവാക്യത്തിൽ പരിശുദ്ധാത്മ നമ്മോട് പറഞ്ഞു, വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത ആവശ്യമാണ്. അതെ, നിന്റെ തീരുമാനവും സഹിഷ്ണുതയുമാണ് നിത്യതയെ നിർണയിക്കുന്നത്. സ്തോത്രം. മക്കളെ, ഇന്നലത്തെ നിന്റെ തീരുമാനമാണ് ഇന്നത്തെ നീ. സ്തോത്രം. ഇന്നത്തെ നിന്റെ തീരുമാനമാണ് നാളത്തെ നിന്റെ ചരിത്രം, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എലിമേലെക്കിന്റെ തീരുമാനം ബേത്ലഹേം വിട്ടുപോകുക എന്നുള്ളതായിരുന്നു. ഇത് താൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണോ അതോ ഭാര്യയും മക്കളും അറിഞ്ഞെടുത്താണോ അറിയത്തില്ല. പിള്ളേരപ്പനെ സമ്മതിച്ചതാണോ എന്നൊന്നും അറിയത്തില്ല. ഇവിടെ ഇങ്ങനെ വാഗ്ദത്വം കാത്ത് കിടന്നാൽ രക്ഷപ്പെടുത്തില്ല, പാലും തേനും ഒഴുവെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഇവിടെ കാണുന്നില്ലല്ലോ. മോവാബിലാണ് എല്ലാ സൗകര്യമുണ്ട്, അവിടെ ഉണ്ട് പാലും തേനുമൊക്കെ. ഈ കനാനിലല്ലെന്നേ, അവിടെ മോവാബിലേക്ക് പോകണം, അവിടെയാണ് എല്ലാ സൗകര്യമുള്ളത്, പാലും തേനും ഒഴുകുന്നത്. യുവതലമുറയുടെ നിർബന്ധം കാരണമാണോ എനിക്കറിയില്ല. എലിമേലെക്ക് തീരുമാനിച്ചു മോവാബിലോട്ട് പോകാം. ഹല്ലേലൂയ. 4 പേർ ഒരുമിച്ച് പോയി, ഒരാൾ മാത്രം തിരിച്ചു വന്നു. നവോമി പറയുന്നു, നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി മടങ്ങി വന്നു. അങ്ങനെയെങ്കിൽ എലിമേലെക്കെടുത്ത തീരുമാനം അവൾ മനസ്സോട് അംഗീകരിച്ചതല്ല, ഭർത്താവിന്റെയും മക്കളുടെയും നിർബന്ധം കാരണം സമ്മതിച്ചു പോയതായിരിക്കാം. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം അവളെ മടക്കി വരുത്തി. എന്റെ കുഞ്ഞുങ്ങളെ, ഇന്നും നിവർത്തികേടുകൊണ്ട് അങ്ങനെ പോകുന്നവരുണ്ട്. വിശ്വാസത്തിന്റെ പാതയിൽ മുന്നേറാൻ അനുവദിക്കാത്ത ഭർത്താക്കന്മാരോ മക്കളോ ബന്ധുക്കളോ ഒക്കെ നിർബന്ധിക്കുന്നതുകൊണ്ട് സത്യദൈവത്തെ ആരാധിക്കാൻ നിവർത്തിയില്ലാതെ കഴിയുന്നവരുണ്ട്. കുഞ്ഞെ, നിന്റെ നിവർത്തികേട് കാണുന്ന ദൈവം പരിഹാരമുണ്ടാക്കും. ഒരിക്കലേ അബ്രഹാമിന്റെ കൂടാരത്തിൽ ദൈവം ഇറങ്ങി വന്നൊരു ആലോചന പറഞ്ഞു, അടുത്ത വർഷം നീ ഒരു മകനെ പ്രസവിക്കും, മകനെ അണച്ചുകൊള്ളും. വാഗ്ദത്തം കിട്ട സാറ ആ കൂടാരത്തിന്റെ ഉള്ളിൽ നിരാശയുടെ പുഞ്ചിരി ശബ്ദമില്ലാതെ ചിരിച്ചു. പുറത്ത് കേൾക്കാതെ ചിരിച്ച കൂടാരത്തിന് പുറത്ത് വൃക്ഷത്തിന്റെ തണലിലിരുന്ന ദൈവം അത് കേട്ടു. ഇതുപോലെ കൂടാരത്തിനുള്ളിൽ ഞരങ്ങിക്കഴിയുന്നവർ നിരവധിയുണ്ട്. സത്യദൈവത്തെ ആരാധിക്കാൻ അനുവാദമില്ലാതെ കൂടാരത്തിനുള്ളിൽ ഞരങ്ങിക്കഴിയുന്നവർ. കുഞ്ഞെ, നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, കുഞ്ഞെ, നിന്നെ അനുഗ്രഹത്തിലേക്ക്, നന്മയിലേക്ക്, വിശുദ്ധിയിലേക്ക് നടത്താൻ ദൈവം സമയം കുറിച്ചിട്ടുണ്ട്. സ്തോത്രം. ആരും കാണാതെ നീ ഒഴുക്കുന്ന കണ്ണുനീർത്തുള്ളികൾ തമ്പുരാൻ തന്റെ തുരുത്തിയിൽ വെച്ചിട്ടുണ്ട്. മക്കളെ, സഹോദരി, കിടക്കയിൽ നീ ഒഴുക്കിയ കണ്ണുനീര്, സഹോദര, മറ്റാരും അറിയാതെ നീ ഒഴുക്കിയ കണ്ണുനീര് ദൈവം കണ്ടിട്ടുണ്ട്. മക്കളെ, നീ രഹസ്യമായി ഒഴുക്കിയ കണ്ണുനീരിന് പരസ്യമായി മറുപടി തരാൻ ദൈവം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ആരും കാണാതെ ദൈവസന്നിധിയിൽ കരഞ്ഞെങ്കിൽ എല്ലാവരും കാണുക, കർത്താവ് നിനക്ക് മറുപടി തരും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അവരുടെ തീരുമാനമാണ് ദോഷത്തിന് കാരണമായത്. പ്രിയരെ, ഭാര്യയോ ഭർത്താവോ മക്കളോ ബന്ധുമിത്രാദികളോ എടുക്കുന്ന ദൈവഹിതമല്ലാത്ത തീരുമാനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത്. ഭരണാധികാരി എടുക്കുന്ന തീരുമാനം ദൈവഹിതത്തിനെതിരാണെങ്കിൽ ദൈവമക്കൾ കൂട്ടുനിൽക്കരുത്. ആത്മീയ വിഷയങ്ങളിൽ ഭാര്യയോ ഭർത്താവോ മക്കളോ അപ്പനോ സഭാനേതാവോ ആരുമായിക്കൊള്ളട്ടെ, വചനപ്രകാരമല്ലാത്ത തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ ദൈവമക്കൾ അതിന് കൂട്ടുനിൽക്കരുത്. സ്തോത്രം. ഒറ്റപ്പെടുത്തിയാലും ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും സത്യത്തിന് വേണ്ടി നിൽക്ക്. കുഞ്ഞെ, നീ എടുത്ത തീരുമാനമാ സത്യമെന്ന് ലോകം മനസ്സിലാക്കുന്ന നാളുകൾ വരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, മനുഷ്യന്റെ തീരുമാനം പ്രധാനമാണ്. ഏതിൽ വേണമെങ്കിൽ ആദാമിന് രക്ഷപ്പെടാമായിരുന്നു, പക്ഷേ താൻ ഹവ്വ എടുത്ത തീരുമാനത്തെ അനുകൂലിക്കുക ഉണ്ടായത്. എന്നാൽ കോരഹിന്റെ മക്കളെ നോക്ക്, അപ്പനെടുത്ത തീരുമാനത്തോടൊപ്പമല്ല സത്യത്തോടൊപ്പം നിൽക്കുമെന്ന് അവർ തീരുമാനിച്ചു. ഹല്ലേലൂയ. അങ്ങനെയല്ലേ നോഹയുടെ തീരുമാനം? മറ്റുള്ളവരാരും കയറിയില്ലെങ്കിലും ഞാനും എന്റെ കുടുംബവും പെട്ടകത്തിൽ കയറുമെന്ന് തീരുമാനിച്ചു. നവോമിയെ നോക്ക്. എന്നാലും ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പരിതപിച്ചുകൊണ്ടിരുന്നില്ല. ദൈവസന്നിധിയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ഭർത്താവ് ചെയ്ത തെറ്റ് തിരുത്തുവാൻ അവൾ തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു, ഭർത്താവും മക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന കുടുംബക്കല്ലറ മോവാബിലുള്ളപ്പോൾ ബേത്ലഹേമിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? സ്തോത്രം. ഇല്ല. എന്നിട്ട് അവൾ തീരുമാനിച്ചു, കുടുംബക്കല്ലറ വിട്ട് നിത്യജീവനിലേക്ക് കടക്കാൻ അവൾ തീരുമാനിച്ചു. കുഞ്ഞെ, 1ാം നിരയിൽ അടക്കിയാലും 2ാം നിരയിൽ അടക്കിയാലും ബ്രഹ്മാടിക്കുഴിയിലടക്കിയാലും വെറും പറമ്പിൽ കുഴിച്ചിട്ടാലും അടക്കം നടന്നില്ലെങ്കിലും ശ്രദ്ധിക്കണേ, അടക്കത്തിലല്ല കാര്യം, ഒടുക്കം എവിടെ എത്തുമെന്നതിലാ കാര്യം. ഒടുക്കം നിത്യസന്തോഷത്തിലെത്തണം. ഹല്ലേലൂയ. നമുക്കറിയാം, ധനവാന്റെ അടക്കം കേമമായ അടക്കമായിരുന്നു, പക്ഷേ ഒടുക്കം നരകത്തിലായിപ്പോയി. ഒന്നാൽ ലാസറിന്റെ അടക്കം, ദരിദ്രനായ ലാസറിന്റെ അടക്കം നന്നായില്ല. അടക്കമൊന്നും നന്നായില്ല, പക്ഷേ ഒടുക്കം പർദീസയിലായിരുന്നു. അടക്ക കുർബാന നടത്തിയാലും 21ാം അടിയന്തരം നടത്തിയാലും 40ാം അടിയന്തരം പൊടി പൊടിച്ചാലും വർഷാവർഷം കുഴിമാടം വെഞ്ചരിച്ചാലും വചനപ്രകാരം ജീവിച്ചില്ലെങ്കിൽ നീ നരകത്തിൽ എറിയപ്പെടും. അതിന് തർക്കമൊന്നുമില്ല. എന്നാൽ പറയപ്പെട്ട കൂദാശകൾ ഒന്നും ചെയ്തില്ലെങ്കിലും ക്രിസ്തുവിനോട് കൂടെ ജീവിച്ചാൽ, ക്രിസ്തുവിനെ ഉള്ളത്തിൽ വഹിച്ചുകൊണ്ട് വചനപ്രകാരം ജീവിച്ചാൽ നീ നിത്യതയിലെത്തും. പ്രൈസ് ദി ലോർഡ്.
കോവിഡ് വന്ന് മരിച്ച ജനലക്ഷങ്ങൾ ഒരു കൂദാശയും ലഭിക്കാതെ കുഴിച്ചിടപ്പെട്ടില്ലേ? കത്തിച്ചു കളഞ്ഞില്ലേ? ഇവർ നരകത്തിൽ പോകുമെന്നാണോ? ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ചവരാണെങ്കിൽ എങ്ങനെ അടക്കിയാലും അടക്കപ്പെട്ടില്ലെങ്കിലും രൂപാന്തര ശരീരികളായി കർത്താവിനെ എതിരേൽക്കാൻ തേജസ്സിലെടുക്കപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ. നവോമി കുടുംബക്കല്ലറെ അവഗണിച്ച് വിശുദ്ധ ജീവിതത്തിലേക്ക് അവൾ ചുവടുവയ്ക്കാൻ തീരുമാനിച്ചു. രക്ഷാനിർണയം പ്രാപിച്ച ദൈവവേദന ഒരു ബോധ്യമുണ്ട്. എന്താ അത്? എന്നെ എവിടെ അടക്കിയാലും രക്ഷിക്കപ്പെട്ട എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ ഏത് കോണിലടക്കിയാലും കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്നുയർക്കും, അവരവിടെ നിന്നുയർക്കും. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. നവോമിയുടെ മരുമക്കളിൽ ഒരാൾ ജീവനുള്ള ദൈവത്തെ അനുസരിച്ച് വിടുവയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ ഓർപ്പ മറ്റൊരു മരുമകൾ തന്റെ ദേവന്റെ അടുക്കലേക്ക് പോകാൻ തീരുമാനമെടുത്തു. മക്കളെ, സ്തോത്രം. സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് ആരെയും വിലക്കരുത്. അതുപോലെ ആരാധിക്കാൻ ആരെയും നിർബന്ധിക്കുകയുമരുത്. ഉള്ളിൽ നിറയുന്ന ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനമാണ് ആരാധന. നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യമല്ല, സ്നേഹത്താൽ ചെയ്യേണ്ട കാര്യമാണ്. അകത്ത് ദൈവസ്നേഹമില്ലാതെ തുള്ളുന്നത് ആരാധനയല്ല. ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹം കവിഞ്ഞൊഴുകുന്നതാണ് സത്യാരാധന. ഹല്ലേലൂയ. ദൈവം ജീവിതത്തിൽ ചെയ്ത നന്മ ഓർക്കുമ്പോൾ, വിടുതൽ ഓർക്കുമ്പോൾ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചവർ അടങ്ങിയിരിക്കുമോ? കൊറോണയുടെ പിടിയിൽ നിന്ന് നിന്നെ വിടുവിച്ചില്ലേ? ക്യാൻസറിന്റെ പിടിയിൽ നിന്ന് വിടുവിച്ചില്ലേ? ഹാർട്ട് അറ്റാക്കിന്റെ ക്രൂര ദംഷയിൽ നിന്ന് വിടുവിച്ചില്ലേ? ദുഷ്ടപിശാചിന്റെ കരാളകസ്തങ്ങളിൽ നിന്ന് വിടുവിച്ചില്ലേ? ചതഞ്ഞു പോകേണ്ട സ്ഥാനത്ത് കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളെ അത്ഭുതകരമായി വിടുവിച്ചില്ലേ? അത് ഓർക്കുമ്പോൾ ഹൃദയം നിറഞ്ഞു കവിയുന്ന സ്നേഹമുണ്ടല്ലോ, അത് പുറത്തേക്ക് വരണം. അതാണ് ഒഴുകുന്ന ആരാധന. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവപുത്രന്റെ സന്നിധിയിൽ നിന്റെ സ്നേഹം ആമേൻ പകരണം. ഹല്ലേലൂയ. നവോമിയും രൂത്തും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു തീരുമാനിച്ചപ്പോൾ ഓർപ്പ മറ്റൊരു മരുമകൾ തന്റെ ദേവന്റെ അടുക്കലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. അവൾ പക്ഷേ അമ്മാവിയമ്മയും രൂത്തിനെയും തന്റെ ദേവന്മാരെ ആരാധിക്കാൻ നിർബന്ധിച്ചില്ല. സ്തോത്രം. സത്യദൈവത്തെ ആരാധിക്കാൻ പോകുന്നത് അവൾ തടഞ്ഞതുമില്ല. അവൾ അവർക്ക് വിലങ്ങുതടിയായി നിന്നില്ല. അത് വലിയ കാര്യം തന്നെ. ഒന്നിനു പുറകെ ഒന്നായി സംഭവിച്ച ദുരന്തങ്ങൾ മരുമക്കളുടെ മേൽ ചുമത്താൻ നവോമി എന്ന അമ്മാവിയമ്മ തുനിഞ്ഞില്ല കേട്ടോ. സ്തോത്രം. നീ വന്നു കയറിയതുകൊണ്ടാണ് ഈ ദോഷമെല്ലാം സംഭവിച്ചെന്ന് ആ നവോമി പറഞ്ഞില്ല. കുഞ്ഞുങ്ങളെ, കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരസ്പരം പഠിച്ചാരരുത്. പരിഹരിക്കാൻ കഴിയുന്ന കർത്താവിനെ അനുസരിച്ച് അവിടുത്തെ പാത പിൻപറ്റുന്ന തീരുമാനമെടുക്കുക. എടുത്ത തീരുമാനപ്രകാരം പുറപ്പെടാൻ തയ്യാറാകുക. നിന്റെ ജീവിതത്തെ നന്മ കൊണ്ട് അലങ്കരിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നമുക്കറിയാം, ഇത് മാർച്ച് മാസമാണല്ലോ. ഈ മാർച്ച് മാസം കണക്ക് ക്ലോസ് ചെയ്യുന്ന സമയമാണ്. അതുപോലെ ജീവിതാവസാനം ദൈവം തമ്പുരാൻ കണക്ക് നോക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് നീ ഭൂമിയിൽ എത്രമാത്രം സമ്പത്ത് വാരിക്കൂട്ടി എന്ന കണക്കല്ല നോക്കുന്നത്. ആരുടെയെങ്കിലും കണ്ണുനീരൊപ്പാൻ നിന്റെ കൈ ചലിച്ചോ? എത്ര മണിക്കൂർ നീ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ചു? എത്ര പേരുടെ വിശപ്പടക്കാൻ നീ കൈ തുറന്നു? സ്തോത്രം. എത്ര പേരോട് നീ യേശുവിനെ കുറിച്ച് പറഞ്ഞു? കണക്ക് നോക്കുന്ന ഒരു ദിവസം വരുന്നു. അവൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കരുതേ. നീ ഉണ്ടായത് മുതലാ എന്റെ കഷ്ടം തുടങ്ങിയെന്ന് മക്കളോട് പറയരുത്. നിന്നെ കെട്ടിക്കൊണ്ടു വന്നത് മുതലാ ഞാൻ കഷ്ടതയിലായതെന്ന് ഭാര്യയോട് പറയരുത്. ഈ പാസ്റ്റർ വന്നതിന് ശേഷം ആ സഭയിൽ ഈ അനർത്ഥമെല്ലാം വന്നതെന്ന് പറയരുത്. മക്കളെ, ആരെയും വില കുറഞ്ഞവരായി കാണരുത്. നാം സേവിക്കുന്ന ദൈവം വ്യസനപുത്രന്മാരെ അനുഗ്രഹ വിഷയമാക്കുന്നവനാണ്. എബേസിന്റെ അതിര് വിശാലമാക്കുന്ന ദൈവം, ഹാഗറിന്റെ കണ്ണുനീർ കണ്ട് പുതിയ ഉറവ തുറക്കുന്ന ദൈവം, സാറായുടെ നിന്ന മാറ്റാൻ വാഗ്ദത്ത സന്തതിയെ കൊടുത്ത ദൈവം, കുഞ്ഞെ നിന്നെ അവഗണിച്ച സ്ഥാനത്ത്, മാറ്റി നിർത്തിയ സ്ഥാനത്ത്, പരിഹരിച്ച സ്ഥാനത്ത്, ഒറ്റപ്പെടുത്തിയ സ്ഥാനത്ത് നിന്ദിച്ചവരുടെ മുമ്പിൽ ചേർത്ത് പിടിച്ച് മാനിക്കുന്ന കർത്താവ് പ്രാണനെ പോലെ നിന്നെ സ്നേഹിക്കുന്നു. അവനെ തിരിച്ചു സ്നേഹിക്കുന്നെങ്കിൽ ആ സ്നേഹപ്രകടനമാണ് ആരാധന. ഹല്ലേലൂയ. മറ്റുള്ളവർ അവഗണിക്കുമ്പോൾ നിന്നെ പരിഗണിക്കുന്ന ദൈവം, ശുശ്രൂഷയിൽ നിന്നെ കൊള്ളത്തില്ലെന്ന് മനുഷ്യർ പറയുമ്പോൾ കൊള്ളാവുന്നവനായി തെളിയുവാൻ കൃപ നൽകുന്ന ദൈവം, മനുഷ്യർ നിന്നെ നിറത്തിന്റെ പേരിൽ പരിഹസിക്കുമ്പോൾ നിന്നെ തേജസ് അണിയിക്കുന്ന ദൈവം ജീവിക്കുന്നു. കുഞ്ഞെ, യോഗ്യത നോക്കിയല്ല കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തത്. നിന്റെ ഡിസ്ക്വാളിഫിക്കേഷനാണ് ദൈവം ക്വാളിഫിക്കേഷനായി പരിഗണിച്ചത്. ലോകം നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവം നിന്നെ പുത്രനും മണവാട്ടിയായി കൊള്ളാമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്തു. ഇതിന്റെ പേരാ ദൈവസ്നേഹം. ഒത്തിരി പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതിയുണ്ടല്ലോ. നോക്കൂ, ചിലരുടെ തീരുമാനങ്ങൾ. നമ്മുടെ കർത്താവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുമെന്ന് യൂദാ തീരുമാനിച്ചു. സ്തോത്രം. ഭാര്യയുടെ അഭിപ്രായത്തെ അവഗണിച്ചുകൊണ്ട് യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ, പുത്രനെ ക്രൂശിക്കാൻ, യേശുവിനെ ക്രൂശിക്കാൻ പീലാത്തോസ് തീരുമാനിച്ചു. ഒരു ലോകത്തിനു വേണ്ടി തന്റെ പ്രാണനെ വെച്ചു തരുവാൻ ദൈവപുത്രൻ തീരുമാനിച്ചു. പുനരുത്ഥാനത്തെ തടയാൻ പട്ടാളത്തെ നിർത്താൻ യഹൂദന്മാർ തീരുമാനിച്ചു. എന്നാൽ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തുവാൻ ദൈവം മുമ്പേ തീരുമാനിച്ചിരുന്നു.
പറയാമോ? നിന്റെ ജീവിതത്തിൽ ദൈവം തീരുമാനിച്ചതേ നടക്കത്തുള്ളൂ. ദൈവത്തിന്റെ മുൻ നിശ്ചയമേ നടക്കത്തുള്ളൂ. വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് നാളെ ദൈവത്തിന്റെ മുഖത്ത് നോക്കി ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ വന്നതെല്ലാം അങ്ങയുടെ കരുണയൊന്നു മാത്രമാണെന്ന് പറയാനുള്ള ഭാഗ്യം ലഭിക്കും. അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ നീ കാണുന്ന ദിവസം വരുന്നു. കുഞ്ഞെ ഓർക്കണേ, ഈ കർത്താവിന് ഉത്തമ മണവാട്ടിയായി നിന്നെ തിരഞ്ഞെടുക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ആരും നിനക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞ് അവഗണിച്ചു കൊള്ളട്ടെ, നിന്നെ ഓമനപുത്രന്റെ മണവാട്ടിയായി തിരഞ്ഞെടുക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. നിന്റെ ഈ ശരീരമുണ്ടല്ലോ, അത് സ്വർഗീയ ശരീരമാക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. നിന്റെ കഷ്ടതയ്ക്ക് അറുതി വരുത്തി അനന്തമണിയിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ഒരിക്കലും രക്ഷപ്പെടുന്ന ലോകം വിധിയെഴുതിയ സ്ഥാനത്ത് നിന്നെ, നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹ വിഷയമാക്കി മാറ്റാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ കർത്താവിനെ പിൻപറ്റാൻ കുഞ്ഞ് നീ തീരുമാനിക്കോ? ഇതുവരെ നീ ഈ കർത്താവിനെ പിൻപറ്റാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ, ഇപ്പോൾ തീരുമാനിക്കണം. കർത്താവിനെ പിൻപറ്റാൻ തീരുമാനിക്കുമോ? എങ്കിൽ നിന്നെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്ന നിമിഷമായിരിക്കും ഇത്. സ്തോത്രം. കർത്താവിന്റെ ക്രൂശിലേക്ക് നോക്ക്. തിരുവചനം പറയുന്നു, അവർ അവന്റെ വസ്ത്രം അഴിച്ചെടുത്ത് ഒരു ചുവന്ന മേലങ്കി പുതപ്പിച്ചവനെ അപമാനിച്ചു. ആദ്യ മനുഷ്യന് നാണം മറയ്ക്കാൻ ഉടുപ്പണിയിച്ച് ദൈവത്തിന്റെ പുത്രനെ പരിപൂർണ്ണ നഗ്നനാക്കി ക്രൂശിൽ പ്രദർശിപ്പിച്ച ലോകം. വചനം പറയുന്നു, അവനെ കാണുന്നവർ മുഖം മറച്ചു കളഞ്ഞു. കാരണം മറ്റൊന്നുമല്ല കുഞ്ഞെ, നിന്നെ തേജസ്സണിയിക്കുവാൻ വേണ്ടിയാ പുത്രൻ ക്രൂശിൽ നഗ്നനായത്. ഹല്ലേലൂയ. മക്കളെ, ഈ മണ്ണിൽ എന്തെങ്കിലും വാരിക്കൂട്ടാനല്ല വചനം ആവശ്യപ്പെടുന്നത്. നിത്യജീവന് വേണ്ടിയാ ദൈവം നിന്നെ വിളിച്ചത്. ഇവിടം കൊണ്ട് തീരാനുള്ളവനല്ല നീ. പുത്രൻ നിനക്ക് വേണ്ടി ചോര ചിന്തിയത് സ്വർഗീയ പർദീസയിൽ മക്കളെ നിന്നെ എത്തിക്കാൻ വേണ്ടിയാ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ കരുണയുള്ള കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഈ സന്ദേശത്തിന് ഞാൻ വിരാമം കുറിക്കുന്നു. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്, അടിമാലിൽ നിന്നും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നടക്കുന്ന കൂട്ടായ്മകളെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. സമയമുള്ളപ്പോൾ ഈ ദേശങ്ങളിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുമ്പോൾ കടന്നു വന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ നിങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കേണ്ട നമ്പർ ഓർപ്പിക്കാം, 9072141834. ദൈവം അനുവദിച്ചാൽ വരും ദിനങ്ങളിലും വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. അതുവരെ മഹാദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.